കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ മനോരമ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ വന്ന വലിയൊരു വാർത്തയുടെ തലക്കെട്ട് വിശപ്പിൻ്റെ വില. 2022 യുഎൻ്റെ കണക്കനുസരിച്ച് 100 കോടി ടൺ ഭക്ഷണമാണ് നമ്മളെല്ലാവരും കൂടി ചേർന്ന് വേസ്റ്റാക്കിയത്. 83 ലക്ഷം കോടി രൂപയുടെ ഭക്ഷണമാണ് വേസ്റ്റാക്കിയത്. ഒരു ദിവസം 80 കോടി ആളുകൾക്ക് ഒരു നേരം കഴിക്കാനുള്ള ഭക്ഷണമാണ് നമ്മൾ പാഴാക്കിയത്. ഈ ലോകത്ത് 80 കോടി പട്ടിണി പാവങ്ങളുണ്ടെന്നാണ് പറയാം. നമ്മൾ ഭക്ഷണം പാഴാക്കിയില്ലായിരുന്നെങ്കിൽ പട്ടിണി കിടക്കുന്ന ഒരാൾ പോലും ഈ ലോകത്തിലുണ്ടാവുമായിരുന്നില്ല എന്ന് കണക്ക്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഇന്നത്തെ ഗോസ്പൽ നമ്മൾ വായിക്കണം. ഉദ്ധിതനായ ഈശോ ശിഷ്യന്മാരെ കാണുമ്പോൾ എനിക്ക് വിശക്കുന്നു എന്ന് പറയാം. അപ്പോൾ ഒരു വർത്തമീൻ കൊടുക്കുന്നു, ഈശോ അത് കഴിക്കുന്നുണ്ട്. നമ്മൾ ഓർക്ക് ഇത്ര ചെറിയൊരു കാര്യം എന്ത് ഈശോ ചെയ്തേ? അതത്ര ചെറിയ കാര്യമല്ലാത്തതുകൊണ്ട് വളരെ കുറച്ച് നേരമാണ് ഈശോയ്ക്ക് സമയം കിട്ടിയത് ശിഷ്യന്മാരോട് സംസാരിക്കാൻ. പക്ഷെ ആ സമയത്ത് ഈശോ ഈ ഭക്ഷണത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തെങ്കിൽ അതിനർത്ഥം എന്താ? ഐ ഹാവ് എ ബോഡി ആൻഡ് ഇറ്റ് മാറ്റേഴ്സ് എന്ന് ഈശോ പറയാം. എനിക്കൊരു ശരീരമുണ്ട്, അതിനൊരു വിശപ്പുണ്ടെന്നാണ് പറയാം. ബൈബിളിൽ നിന്ന് വായിച്ചു നോക്കിയാൽ ദൈവം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പ്രൊവിഷൻ എന്താണെന്ന് അറിയാമോ? അത് ഫുഡാണ്. ഏതും തോട്ടം ഉണ്ടാക്കിയിട്ട് അതിലുള്ള ഫലങ്ങളൊക്കെ നിങ്ങൾ കഴിച്ചോ എന്നാണ് പറയാം. ആകാശം തുറന്ന് മഞ്ഞയും കാടപ്പക്ഷിയും കൊടുക്കുന്നുണ്ട്. തേനും പാലും കൊടുക്കുന്ന നാട്ടിലേക്ക് അവർ നയിക്കുന്നുണ്ട്. ഒരിക്കലും വറ്റാത്ത എണ്ണയും മാവൊക്കെ ഉള്ള കലം കൊടുക്കുന്നുണ്ട്. 5 അപ്പം 5000 പേർക്ക് കൊടുക്കുന്നുണ്ട്. വർത്തിമീൻ വല കീറിപ്പോകുന്ന രീതിയിൽ മത്സ്യം കിട്ടുന്നുണ്ട്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രൊവിഷനാണ് ഫുഡ് എന്ന് പറയാം. നമ്മൾ ഈ ഫുഡ് വേസ്റ്റ് ആക്കുമ്പോഴേ നമ്മൾ ചെയ്യുന്നത് ചെറിയ പാപമൊന്നുമല്ല, അത് മാരക പാപമാണ്, അത് ക്രൂരതയാണ്. ഫൈനൽ ജഡ്ജ്മെൻറ്റിലെ ഏറ്റവും ആദ്യത്തെ ചോദ്യം ഓർമ്മയുണ്ടല്ലോ അല്ലേ? എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെന്താ പറയുന്നത്? ഞങ്ങൾ 100 കോടി ടൺ ഭക്ഷണം പാഴാക്കിയെന്ന്.